ഹായ്, നിങ്ങൾ നരിവേട്ട കണ്ടു? ഒ ടി ടിയിലൊക്കെ റിലീസായി. നരിവേട്ട കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വലിയ സംഭവമായിട്ട്, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ നമ്മൾ മലയാളികൾ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ നിങ്ങൾ കാണണം നരിവേട്ട. അപ്പോൾ ഒ ടി ടി റിലീസിന് ശേഷം നരിവേട്ട പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് പടത്തിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഒരു ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ 2025 ഈ വർഷം റിലീസായ പടമാണ്. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞാൽ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ ചേരൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് മേജർ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അനുരാജ് മോഹൻ എന്ന് പറയുന്നതാണ്. പ്രൊഡ്യൂസേഴ്സ് ടിപ്പു ഷാ, ഷിയാസ് ഹസൻ, അതുപോലെ തന്നെ തിപ്പുഷൻ വി ഇ എന്ന് പറയുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. റൈറ്റർ എബിൻ ജോസഫ്, സിനിമോട്ടോഗ്രാഫർ വിജയ് ഇരട്ടയൊക്കെ ചെയ്ത ആൾ. ഓക്കെ, മ്യൂസിക് ജെയ്ക്സ് ബിജോയ്, എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ മുഹമ്മദ് ആൻഡ് മുഹമ്മദ് സനൂബർ. അതിലൊന്നും നമുക്ക് ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എനിക്ക് ഒരു പരിധിവരെ വർക്കൗട്ടായ സിനിമയാണ് കേട്ടോ. അപ്പോൾ സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ സലീം, പ്രിയംവദ കൃഷ്ണൻ, പ്രണവ് ടിഫോനിൻ, പ്രശാന്ത് മാധവൻ, റിനി ഉദയകുമാർ, അനന്തു, ബാദുഷ, അങ്ങനെ കുറേ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ കമ്പനി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് ഇത് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ച് നോക്കിയപ്പോൾ ടോട്ടൽ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് 5.2 crores ആണ്. ഒരു ഇൻഡസ്ട്രി എസ്റ്റിമേറ്റ് കൺസിസ്റ്റൻസും അല്ലെങ്കിൽ സിമിലർ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളുമായിട്ട്, ത്രില്ലർ സിനിമകളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കോസ്റ്റാണിത്. അപ്പോൾ ലീഡ് ആക്ടേഴ്സ് റെന്യൂമറേഷൻ വരുന്നത് ടോവിനോ തോമസിന് 1.2 crores, സുരാജ് വെഞ്ഞാറമൂടിന് 80 lakhs, ചേരന് 50 ലക്ഷം, ഇങ്ങനെ പോകുന്നു ആ കോസ്റ്റ്. ഡയറക്ടർ റെന്യൂമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 ലക്ഷമാണ് അവകാശപ്പെടുന്നത്. മ്യൂസിക് ഡയറക്ടേഴ്സ് റെന്യൂമറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം, റൈറ്ററിന് ഒരു 20 ലക്ഷം, ലൊക്കേഷൻ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൂടിയിട്ട് ഒരു 80 ലക്ഷം, അതുപോലെ തന്നെ സെറ്റ്സ്, കോസ്റ്റ്യൂം, അതൊക്കെ കൂടിയിട്ടൊരു 60 ലക്ഷം, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ക്യാമറ, ലൈറ്റിംഗ്, അങ്ങനത്തെ പരിപാടികളെല്ലാം കൂടിയിട്ട് ഒരു 75 ലക്ഷം, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് എല്ലാം കൂടിയിട്ട് ഒരു 65 ലക്ഷം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടോട്ടൽ അതിൻ്റെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷന് അവർ ചിലവാക്കി എന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് ഒരു ബഡ്ജറ്റ് 1 കോടിയാണ്. അതിൽ ട്രെയിലേഴ്സിന് ഒരു 20 ലക്ഷം, പോസ്റ്റേഴ്സിന് ഒരു 15 ലക്ഷം, പ്രസ് മീറ്റ്സിന് ഒരു 15 ലക്ഷം, അതുപോലെ ഡിജിറ്റൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു 30 ലക്ഷം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു 10 lakhs, PR ആക്ടിവിറ്റിക്ക് ഒരു 10 lakhs. ഇത്രയാണ് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ചെയ്തു പോരുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ വേരിഫൈഡ് ഡീറ്റെയിൽസ് ആണത്. തിയേറ്ററിക്കൽ റിലീസ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ May 16th, 2025 ഒഫീഷ്യലി റിലീസായിട്ട് അനൗൺസ് ചെയ്തിട്ടാണ്. മൾട്ടിപ്പിൾ റിസോഴ്സസ് നമ്മൾ വെരിഫൈ ചെയ്തു. നമ്പർ ഓഫ് സ്ക്രീൻസ് അപ്രോക്സിമേറ്റ്ലി 150 സ്ക്രീൻസ് ഇന്ത്യയിലും ഗൾഫ് കൺട്രീസിലായിട്ട് പടം കാണിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ കമ്പനി, സെൽഫ് ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് റീജിയണൽ കൊളാബറേഷൻസ് ആണ് കേട്ടോ. പിന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻസിലേക്ക് നമുക്ക് വരുമ്പോൾ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ഇൻ ഇന്ത്യയാണ് 8 കോടിയുടെ അടുത്ത് അത് കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ഓവർസീസ് ഇന്ത്യക്ക് പുറത്ത് 1 crore. ടോട്ടൽ നെറ്റ് കളക്ഷൻ അപ്പോൾ ഒരു 7 കോടിയും, തിയേറ്ററിക്കൽ ഷെയർ അതിനകത്തുനിന്ന് 4.1 കോടിയും പോവും. ടാക്സ് ഡിഡക്ഷൻസ് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 90 ലക്ഷത്തിൻ്റെ അടുത്ത് ടാക്സ് ഡിഡക്ഷൻ ഈ ഒരു റേഞ്ചിൽ കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കോടിയും അതിനകത്തുനിന്ന് പോകും. അതേപോലെ OTT പ്ലാറ്റ്ഫോം ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം വീഡിയോ, എസ്റ്റിമേറ്റഡ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആണത്. പിന്നെ OTT റൈറ്റ്സ് പോയിട്ടുള്ളത് ഒരു 3 കോടിയുടെ അടുത്താണ് പോയിട്ടുള്ളത്. സാറ്റലൈറ്റ് TV റൈറ്റ്സ് 1.5 കോടിക്കും, അതുപോലെ തന്നെ ഓഡിയോ മ്യൂസിക് 50 ലക്ഷത്തിനും പോയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ ഒരു ടോട്ടൽ ഇൻകം തിയേറ്ററിക്കൽ, OTT, സാറ്റലൈറ്റ്, ഓഡിയോ മ്യൂസിക് റൈറ്റ്സ് പ്ലസ് ആക്ടേഴ്സ്, ഇതെല്ലാം കൂടിയിട്ട് ഒരു 15 കോടിയാണ് ഇതിനകത്ത് ടോട്ടൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് ടാക്സസ് ഒക്കെ വെച്ചിട്ട് ഒരു 9.8 കോടി ടോട്ടൽ എക്സ്പെൻസ് ആ പടത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പടം പ്രോഫിറ്റിലാണോ ലോസിലാണോ നമുക്ക് കിട്ടിയ കണക്കുകൾ വെച്ച് പറയാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 കോടി അടുപ്പിച്ച് ഒരു പ്രോഫിറ്റിലാണ് എന്ന് നമുക്ക് പറയാം നരിവേട്ട എന്ന് പറഞ്ഞ ഈ സിനിമ.
അപ്പോൾ നമ്മൾ ഇത് എവിടെയൊക്കെയാണ് വേരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖ പല സൈറ്റുകളായിട്ടുള്ള INDB, വിക്കിപീഡിയ, അതേപോലെ കുറേ സോഷ്യൽ സൈറ്റ്സും ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിലുമാണ് നമ്മളിത് വെരിഫൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നുള്ളത് 5 കോടി പ്രോഫിറ്റ് ആണെന്നുള്ളതിലേക്ക് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളോട് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.